വളരെ ടേസ്റ്റിയായ പ്രോൺസ് റോസ്റ്റാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അതിനായിട്ട് ഒരു പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ചെറിയ കുടം വെളുത്തുള്ളിയുമാണ്. അത് വളരെ ചെറുതായി അരിഞ്ഞെടുത്തതാണ്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായി വഴറ്റിയതിന് ശേഷം നമുക്ക് സവാള ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 3 മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് സ്ലൈസായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ഇനി ഇതൊന്ന് ചെറുതായി നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 8 ചെറിയ ഉള്ളിയാണ്, അതൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക്, അതും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി സവാള വേഗം വഴന്ന് കിട്ടുന്നതിനായിട്ട് നമുക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കൂടുതൽ കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. ഇനി ഇതൊന്ന് നന്നായി നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള എല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂണിൽ താഴെ ഗരം മസാലയും 1 ടീസ്പൂൺ ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നെ ഇത് സാദാ മുളക് പൊടി 1 ടീസ്പൂൺ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടെ കൂട്ടി നമുക്ക് നന്നായിട്ടൊന്ന് പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതൊരു 2 മീഡിയം സൈസ് തക്കാളിയാണ്. അതുകൂടി ചേർത്ത് തക്കാളി ഒന്ന് വഴന്ന് വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിയെല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പ്രോൺസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കിലോ പ്രോൺസ് അത് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ളതാണിത്. അതുകൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി പ്രോൺസിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ സവാളയ്ക്കെല്ലാം ഉപ്പ് ചേർത്തിരുന്നു, അതുകൊണ്ട് അത് നോക്കി വേണം ചേർക്കാനായിട്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് പ്രോൺസ് വെന്ത് വരുന്നത് വരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ പ്രോൺസിൽ നിന്നെല്ലാം വെള്ളം തനിയെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കണ്ട. ഒരു 15 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പ്രോൺസ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഒരു രീതിക്ക് ചെറിയ ഗ്രേവിയോട് കൂടിയാണ് താല്പര്യമെങ്കിൽ ഈ രീതിയിൽ ഉപയോഗിക്കാം. അല്പം കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിത് കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ ഒരല്പം എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അല്പം കൂടി ഒരു ടേസ്റ്റിനും പിന്നെ വേഗം വഴന്ന് കിട്ടുന്നതിനും വേണ്ടിയിട്ടാണ് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിത് തുറന്ന് വെച്ച് നന്നായി ഒന്ന് വരട്ടിയെടുക്കാം. ഇപ്പോൾ പ്രോൺസ് എല്ലാം നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺസ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്